പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ബൈബിൾ ദൈവവചനമാണ്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശമാണ്. മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ഇത്രമാത്രം ബൈബിൾ പോലെ സ്വാധീനിച്ചിട്ടുള്ള വേറെ ഒരു കൃതിയും ഇല്ല. ബൈബിൾ മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് തെറ്റുപറ്റുകയുമില്ല. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്? 2 തിമോത്തി 16-17 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് അത് വ്യക്തമായി തരുന്നുണ്ട്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. അപ്പോൾ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വചനം വേണം. ദൈവാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ തെറ്റുകൾ തിരുത്താനും ദൈവഹിതമനുസരിച്ച് ദൈവിക നീതിയിൽ ജീവിക്കുവാനും വേണ്ടിയാണ് ദൈവം നമുക്ക് വചനം നൽകിയിരിക്കുന്നത്. അതുവഴി ദൈവഭക്തനായ മനുഷ്യന് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്? അവൻ പൂർണ്ണത കൈവരിക്കുന്നു. എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യാൻ അവനെ പര്യാപ്തനാക്കുകയും ചെയ്യുന്നു. ഫിലിപ്പി 2:15 പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ എന്ന്. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ഈ ലോകം തിന്മയുടെ ശക്തിക്ക് കീഴിലാണ്. വഴിപിഴച്ചതും വക്രതയുള്ളതുമായ ഈ തലമുറയിൽ പ്രലോഭനങ്ങളിൽ വീഴാതെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്ന് യേശു പറയുന്നുണ്ട്. കടൽ പോലെ ഇളകി മറിയുന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ, ദുഃഖ ദുരിതങ്ങളിൽ തിരയെ മുറിച്ചെത്തുന്ന ചെറുവഞ്ചി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ ഒഴുകി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.